കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ ഇപ്പോൾ സമരത്തിന് തുടക്കമാകുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജന്തർ മന്ദറിലെ സമരവേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ജന്തർ മന്ദറിൽ സിബി ജോസഫ് ഉണ്ട്, തന്നെ വിഷ്ണു തലവൂരുമുണ്ട്. സിബിയിലേക്ക് സിബി, അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്, മറ്റ് മന്ത്രിമാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ സ്ഥിതി. ഇപ്പോൾ ജന്തർ മന്ദറിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കീർത്തി, ദില്ലി ജന്തർ മന്ദറിലെ കർണാടകയുടെ സമരവേദിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. ആ തത്സമയ ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങൾ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അവരെല്ലാം പ്ലക്കാർഡുകൾ ഏന്തി മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ വേദിയായി മാറിയിരിക്കുകയാണ് ജന്തർ മന്ദർ. ജന്തർ മന്ദറിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും അതുപോലെ മറ്റ് മന്ത്രിമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ സമരവേദി ദേശീയ ശ്രദ്ധയാകർഷിക്കുന്നു. മോദി സർക്കാർ BJP ഇതര സർക്കാരുകളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിനെതിരായിട്ടാണ് ശക്തമായ ഈ സമരം. ആ സമരമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നാളെ ഇതേ വേദിയിൽ ജന്തർ മന്ദറിലാണ് കേരളത്തിൻ്റെ പ്രതിഷേധ സമരമുള്ളത്. കേരളം വളരെ മുൻപ് തന്നെ ഈ സമരം പ്രഖ്യാപിച്ചതാണ്. ആ നിലയിൽ ഈ സമരത്തെ എന്തുകൊണ്ട് കേരളം ഇങ്ങനെ സമരം ചെയ്യുന്നു എന്ന് ദേശീയ തലത്തിൽ തന്നെ BJP ഇതര പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ധരിപ്പിച്ച് അവരുടെ കൂടി പിന്തുണയോടെയാണ് കേരളത്തിൻ്റെ സമരം. കർണാടകയുടെ സമരം അത് വളരെ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്നുകൂടിയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അവർ പോയത്. കടുത്ത വരൾച്ചയൊക്കെ നേരിടുന്ന ഘട്ടത്തിൽ വരൾച്ച പാക്കേജ് ഉണ്ടായില്ല. ഏതാണ്ട് വലിയ തോതിൽ കേരളം മുന്നോട്ട് വെക്കുന്നത് പോലെ തന്നെയുള്ള വലിയ തോതിലുള്ള 1,65,000 കോടി രൂപയുടെ നഷ്ടം കർണാടക സർക്കാരിന് സംഭവിക്കുന്നു മോദി സർക്കാരിൻ്റെ ധന നടപടികൾ മൂലം വിവിധ തലങ്ങളിൽ എന്നുള്ളതാണ്. നികുതിയുടെ ശരിയായ വിതരണം എന്നുള്ളതാണ് കർണാടക മുന്നോട്ട് വെക്കുന്ന, അതിൽ വലിയ അനീതി നിലനിൽക്കുന്നു എന്ന പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. നികുതി വിനിയോഗത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിതരണത്തിൽ വലിയ അനീതി എന്നുള്ളതാണ് കർണാടകയുടെ ശക്തമായ പ്രതിഷേധം. ഇതുമായി ബന്ധപ്പെട്ട് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കേരളവും ഇതിനെതിരെയാണല്ലോ സമരം ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് പിന്തുണയ്ക്കാതിരിക്കണം എന്ന മറു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അസമത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് DK ശിവകുമാർ വളരെ ശക്തമായി തന്നെ പറഞ്ഞത്. അദ്ദേഹം അത് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ നിലയിൽ പിന്തുണയ്ക്കുന്നില്ലല്ലോ എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും വളരെ ശക്തമായി കർണാടകവും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയ അനീതി, അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ അനിവാര്യതയെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്നതുകൂടിയുണ്ട്. വളരെ ശക്തമായ രീതിയിൽ മോദി സർക്കാരിൻ്റെ നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രിയുടെ ധനനയം, സംസ്ഥാനങ്ങളോടുള്ള ചിറ്റമ്മ നയം, BJP ഇതര സർക്കാരുകളോടുള്ള മോദി സർക്കാരിൻ്റെ സമീപനത്തിലെ പോരായ്മകൾ, കടുത്ത വിവേചനം, ഇത് ചൂണ്ടിക്കാട്ടിയാണ് കർണാടകയുടെ സമരം നടക്കുന്നത്. കേരളത്തിൻ്റെ സമാനമായ സമരത്തെക്കുറിച്ച് കർണാടകയുടെ പിന്തുണ ഉണ്ട് എന്ന് നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. കർണാടകയുടെ പിന്തുണയുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേതാക്കളൊക്കെ. രാവിലെ കൈരളി ന്യൂസിനോടക്കം സംസാരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ വക്താക്കളായിട്ടുള്ള രാജ്യസഭാംഗം നാസർ ഹുസൈൻ ആയാലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ മന്ത്രി പ്രിയൻ ഖാർഗെയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും അടക്കമുള്ളവരാണ് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. സിദ്ധരാമയ്യയോട് നമ്മളിതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹം ഈ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാമെന്ന നിലയിലാണ് അറിയിച്ചിട്ടുള്ളത്. DK ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ വളരെ ശക്തമായ നിലയിൽ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഈ കടുത്ത വിവേചനത്തെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്, എതിർക്കേണ്ടതുണ്ട്. അത്തരമൊരു സമരത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം അത് പറയുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതിനുവേണ്ടി തയ്യാറാകാത്തത്.